ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യത്തിൽ ഏർപ്പെട്ടതെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം വിടുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്? കൃഷ്ണരാജ്, ആം ആദ്മി ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആം ആദ്മി ആരോപിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു സഖ്യം അന്തർധാരയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഇനി തുടരാൻ സാധിക്കില്ല. ഇന്ത്യ മുന്നണി എന്നുള്ളത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ച മുന്നണിയാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ആം ആദ്മി മുന്നണിയിൽ ഇരിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രകടമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. അതായത് പഹൽഗാം ഭീകരാക്രമണവും അതിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ തന്നെ കത്ത് നൽകിയത്. ആ കത്തിൽ ഒപ്പിടാത്തത് ആം ആദ്മി മാത്രമായിരുന്നു. ആ സമയത്ത് തന്നെ മുന്നണിക്കൊപ്പം ആം ആദ്മി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആം ആദ്മി മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ആം ആദ്മി അറിയിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി അറിയിക്കുന്നത് ഇന്ത്യ മുന്നണിയിലേക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ആ മുന്നണി വിട്ടുനിൽക്കുന്നൊരു നടപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനമായിരുന്നു ആം ആദ്മി സ്വീകരിച്ചത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് ആം ആദ്മിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് സ്വാധീനമുള്ള ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് 7 സീറ്റും കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ബി ജെ പിക്ക് ഒപ്പമാണ് നിൽക്കാറുള്ളത്. ആകെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മിക്ക് മറ്റ് കക്ഷികളുടെ ആവശ്യമുള്ളത്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് കാര്യമായ പിന്തുണയൊന്നും നൽകാനുള്ള ശേഷി കോൺഗ്രസിന് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല, പിന്തുണ നൽകിയിട്ടുമില്ല. ഇനിയിപ്പോൾ ആം ആദ്മിക്ക് ഭരണം ശേഷിക്കുന്നത് പഞ്ചാബിൽ മാത്രമാണ്. 2 വർഷത്തിനിടെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അവിടെ ആം ആദ്മിക്ക് നേരിടേണ്ടത് പ്രത്യേകിച്ച് കോൺഗ്രസിനെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന് മുൻപിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും പരിശോധിക്കുമ്പോൾ ബി ജെ പിയേക്കാൾ കൂടുതൽ പഞ്ചാബിൽ നിയമസഭാ സീറ്റുകൾ നേടിയെടുത്തിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ആം ആദ്മിക്ക് കോൺഗ്രസിനെ എതിർത്ത് നിൽക്കണം. അതുകൊണ്ട് ഇനി ഇന്ത്യ മുന്നണിയിൽ തുടരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടമൊന്നും ഇല്ല എന്നുള്ളതും, ഇന്ത്യ മുന്നണിക്ക് തന്നെ കാര്യമായിട്ടൊരു നേട്ടവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന തിരിച്ചറിവിലുമാണ് മുന്നണി വിടുന്നു എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആം ആദ്മി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അത്തരത്തിൽ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനമാണ് ആം ആദ്മി സ്വീകരിച്ചിട്ടുള്ളത്. ജിഷ്ണു, ഈ തെരഞ്ഞെടുപ്പ് തോൽവികൾ, അരവിന്ദ് കെജ്രിവാളിനെ പോലെ മുൻനിരയിൽ നിന്നവർ പിന്നിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥ, അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെയും ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയായിരുന്നുവല്ലോ. ഇതിപ്പോൾ ഇന്ത്യ സഖ്യം വിടുന്നു എന്നതിനർത്ഥം ഞങ്ങൾ സ്വതന്ത്രമായി വലിയൊരു കക്ഷിയായി നിൽക്കും എന്നാണോ, അതോ അവർ സ്വയം ഒറ്റപ്പെടുകയാണോ? കൃഷ്ണരാജ്, ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ആം ആദ്മിക്ക് അത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊരു വലിയ ശക്തിയാകാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ പിന്തുണയോ സംസ്ഥാനങ്ങളിൽ വോട്ട് വിഹിതമോ അല്ലെങ്കിൽ MLA-മാരും MP-മാരും ഉൾപ്പെടെ ജനപ്രതിനിധികളോ ഉള്ളൊരു പാർട്ടിയല്ല ആം ആദ്മി. ഡൽഹിയിൽ കഴിഞ്ഞ 2 തവണ ഭരണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു. പക്ഷേ പഞ്ചാബിൽ ഇപ്പോഴും ഭരണം തുടരുന്നു. ഗോവയും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടൊരു പരീക്ഷണം ആം ആദ്മി നടത്തിയിരുന്നെങ്കിലും അതിൽ യാതൊരു തരത്തിലും വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ആം ആദ്മിയുടെ രാഷ്ട്രീയം. കാരണം ഇനി നടക്കാനുള്ളത് പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പഞ്ചാബിലേക്ക് ശ്രദ്ധയും അവരുടെ രാഷ്ട്രീയവും മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഇനി ഡൽഹിയിൽ തിരിച്ചു വരാനുള്ള സാധ്യത ആം ആദ്മിക്കില്ല. അത് ഡൽഹിയെ സംബന്ധിച്ചൊരു തകർച്ചയിലേക്ക്, പൂർണ്ണമായ തകർച്ചയിലേക്ക് പോകുന്നു. കോർപ്പറേഷനിൽ കൗൺസിൽമാർ രാജിവെക്കുന്നു, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുന്നു, അഴിമതി ആരോപണവും ഒപ്പം ഭരണത്തിലിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കെടുകാര്യസ്ഥതയും ജനപിന്തുണ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് പഞ്ചാബിൽ ഏത് തരത്തിലും ഭരണം നിലനിർത്താനുള്ള ശ്രമം ആം ആദ്മി നടത്തുന്നുണ്ട്. അതിന് അവിടെ ശക്തമായി എതിർക്കേണ്ടത് ഒന്ന് കോൺഗ്രസിനെയാണ്. മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചാബ് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതോ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കോ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്
ആം ആദ്മി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. അത് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു തീരുമാനമല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും മുന്നണിയിൽ നിന്നതുകൊണ്ട് ആം ആദ്മിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനമാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഒരു വലിയ ഒറ്റകക്ഷിയായി നിൽക്കാനുള്ള ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഒരു കാരണമായി പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയുണ്ട് എന്നാണ്. അതായത് അങ്ങനെ ഒരു പരാമർശത്തിന് ആവശ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ അത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്താനോ ആ സ്പേസിലേക്കാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവുണ്ടായത്. തീർച്ചയായും അത്തരത്തിലൊരു ആരോപണം കൂടി മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആം ആദ്മി പിൻവാങ്ങുന്നത്. കോൺഗ്രസും BJPയും തമ്മിലൊരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്ന ആരോപണം ആം ആദ്മി ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങളും ഒപ്പം കോൺഗ്രസിൻ്റെ ദുർബലതയും ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതിൽ അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രതിപക്ഷ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള പ്രാപ്തിയും കോൺഗ്രസിനും ഒപ്പം നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുലിനും ഉൾപ്പെടെ ഇല്ല എന്നുള്ളത് പ്രതിപക്ഷ മുന്നണിയിലെ തന്നെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും മുൻപും പരാമർശം നടത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ദുർബലത കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആം ആദ്മിയെ സംബന്ധിച്ച് ഈ മുന്നണിയിൽ തുടരുന്നത് കൊണ്ട് ഭാവിയിലേക്ക് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും യാതൊരു തരത്തിലുമുള്ള നേട്ടം ഉണ്ടാക്കാനാകില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ആം ആദ്മിയുടെ ഈ ഒരു പിന്മാറ്റത്തിന് കാരണം. മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ബദലായി വളർന്നു വരാൻ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാടെ തകർന്നടിയുകയും BJP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് വടക്കിഴക്കൻ സംസ്ഥാനമാണെങ്കിലും മറ്റ് ഹരിയാനയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒരു ഒന്നുമല്ലാത്ത രീതിയിലേക്ക് തകർന്നടിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ബദലായി വളരാൻ സാധിക്കുമെന്ന ഒരു പരീക്ഷണം ആം ആദ്മി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഹരിയാനയിലും ഗോവയിലും ഗുജറാത്തിലുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരിക്കാൻ ആം ആദ്മി ഒരുങ്ങിയത്. പക്ഷേ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനോ ഒരു കോൺഗ്രസിന് ബദലായി ഒറ്റകക്ഷിയായി വളരാനോ ആം ആദ്മിക്ക് സാധിച്ചിട്ടുമില്ല. ഇന്ത്യ സഖ്യം വിടുന്നു, പ്രഖ്യാപനം വരുന്നു, ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ തീരുമാനം. കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന ആരോപണം മുന്നോട്ട് വെച്ചാണ് പിന്മാറ്റം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.